ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈസി ആയിട്ട് ടൊമാറ്റോ റൈസ് അല്ലെങ്കിൽ തക്കാളി ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു 3 തക്കാളി, ഒരു സവോള, പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. ഈ തക്കാളി ചോറിന് ശരിക്കും തക്കാളിയാണ് കൂടുതലുണ്ട്, സവോള ഒരു ചെറിയ സവോള മതിയോ. അതിനുശേഷം ഒരു പാൻ ഇതുപോലെ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. അത് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇത്തിരി കടുകിടുക, വലിയ ജീരകവും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച സവോള, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് നന്നായിട്ട് വഴറ്റുക. വഴറ്റുന്നതിനനുസരിച്ച് കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. നമ്മുടെ സവോളയൊക്കെ നന്നായി ഏകദേശം ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഈ ചോറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തക്കാളിയാണ്. തക്കാളി ആണ് ഇതിൻ്റെ അകത്ത് നമുക്ക് മെയിനായിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ശരിക്കും 3 തക്കാളിക്ക് ഒരു സവാള എന്ന കണക്കിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചോറനുസരിച്ചിട്ട് വേണം തക്കാളി ആണെങ്കിലും ഒക്കെ എടുക്കാനായിട്ട്. ഞാനിപ്പോൾ 2 ആൾക്കുള്ള ചോറാണിത് ഉണ്ടാക്കുന്നത്. നമ്മുടെ തക്കാളി ഏകദേശം വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് അടച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ ചോറ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ നമ്മൾ വെക്കുന്ന ചോറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ ബിരിയാണി റൈസും എടുക്കാം. അപ്പോൾ 2 പേർക്കുള്ള ഞാൻ ചോറാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ചോറ് ഈ മസാലയുമേ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇത് ഞാൻ പിന്നെയും പറയാം, ഇത് നിങ്ങൾ നന്നായി മിക്സ് ചെയ്യണം കേട്ടോ, എന്നാലേ ഈ മസാലയും ചോറൂടെ യോജിക്കുകയുള്ളൂ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്നുകൂടെ അടച്ച് വെച്ചൊരു ദമ്മ് വെക്കുന്ന പോലെ ഒന്ന് അടച്ച് വെക്കാം. അതിന് ശേഷം നമ്മുടെ തക്കാളി ചോറ് റെഡിയായി. ഇമ്പോർട്ടന്റ് ആയിട്ടൊരു മെസ്സേജ് നിങ്ങൾക്ക് മുന്നിലേക്ക് പാസ് ചെയ്യാനായിട്ടാണ് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത്. അതെ, ഇമ്പോർട്ടന്റ് കാര്യമൊക്കെ പാത്രം കഴുകി വെച്ച് എന്നിട്ടാട്ടെ ഇമ്പോർട്ടന്റ് കാര്യം വരുന്നില്ലേ? വരുക. അതെ, ഞാനൊരു കാര്യം ആലോചിക്കുമായിരുന്നു. ഈ കംപ്ലീറ്റും ഫിനിഷും തമ്മിലുള്ളതിന്റെ അർത്ഥം എന്താ? രണ്ടും കഴിഞ്ഞു എന്നല്ല അർത്ഥം? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നീ എന്നെ കല്യാണം കഴിച്ചപ്പോ നിന്റെ ആഗ്രഹങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി, ശരിയല്ല? ഞാൻ നിന്നെ കല്യാണം കഴിച്ചപ്പോ എന്റെ ആഗ്രഹങ്ങളൊക്കെ ഫിനിഷായി.